ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ ബീഫ് ബ്രെഡ് പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ യൂട്യൂബിൽ ഇടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വ്ളോഗിൽ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിലോട്ടുള്ള ഫില്ലിങ്സ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് ഞാനിവിടെ 4 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസുള്ളത്. അത് നീളത്തിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ 2 മുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കരിവേപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ മുളകും കരിവേപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുളകും കരിവേപ്പിൻ്റെ ഇലയും ജസ്റ്റ് ഒന്ന് വഴറ്റി മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വലിയുള്ളി നുറുക്കി വെച്ചത് അതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഉപ്പ് ചേർത്ത് എളുപ്പം ഒന്ന് വയന്ന് കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. ഉള്ളിയൊക്കെ ഒന്ന് ആയി വരട്ടെ. 2-3 മിനിറ്റ് വെച്ചാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ജീരകപ്പൊടി 3/4 ടീസ്പൂൺ ഇതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് അതിലോട്ട് ഇടേണ്ടത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ടേസ്റ്റ് കൂടും ഇതിട്ട് കൊടുത്താൽ. പിന്നെ നമ്മുടെ സ്പൈസിക്ക് അനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഉപ്പ് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ബീഫ് ചേർത്ത് കൊടുക്കുന്നത്. ബീഫ് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് പോളൻ്റെ കവറിങ് ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട്. അപ്പോൾ കവറിങ്സിന് നമുക്ക് ബ്രെഡാണ് വേണ്ടത്. ബ്രെഡിൻ്റെ ഈ സൈഡത്തെ ഇതൊന്നും കളയുന്നു. നമുക്ക് ഈ വൈറ്റ് പോർഷനാണ് ആവശ്യമുള്ളത്. ഞാൻ ഏകദേശം ഒരു 10 ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ബ്രെഡെല്ലാം മുട്ട മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കേണ്ടതാണ് ചട്ടിയിലോട്ട്. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ മുട്ട മിക്സ് റെഡിയാക്കി എടുക്കണം. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിന് 4 മുട്ട ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നീട് നമുക്ക് അതിലോട്ട് ഒരു 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ മുട്ട മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചട്ടി ചൂടാക്കാൻ വെക്കാം. ചൂടായതിനു ശേഷം നമുക്കൊരു 3 ടേബിൾ സ്പൂണ് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നമ്മുടെ ചട്ടിയുടെ ചുറ്റോടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് ആദ്യം നമുക്ക് അതിലോട്ട് നമ്മുടെ മുട്ട മിക്സ് ഒന്ന് ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് നമ്മുടെ ബ്രെഡ് മുട്ട മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ചട്ടിയിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ചട്ടിയുടെ അളവിലാണ് നമ്മൾ നമ്മുടെ ബ്രെഡ് പോള ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം ഇതുപോലെ നമുക്ക് നമ്മുടെ ചട്ടിയുടെ ചുറ്റോടൊന്ന് വെച്ച് കൊടുക്കേണ്ടത് നമ്മുടെ ബ്രെഡ്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി നമുക്ക് നമ്മുടെ ബ്രെഡ് കൊണ്ട് കവർ ചെയ്യണം. നേരത്തെ പോലെ തന്നെ നമ്മുടെ മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മുടെ ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ. അവസാനം ഇതേമാതിരി നമുക്ക് നമ്മുടെ കവറിങ് ഒക്കെ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്യണം. നമ്മുടെ മസാല എവിടെയും കാണാൻ പാടില്ല. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള മുട്ട മിക്സ് നമുക്ക് ഇതിൻ്റെ ചുറ്റുപോടും ഒന്ന് ഒഴിച്ച് കൊടുക്കാം. കാരണം ഇതൊന്ന് സൈഡൊക്കെ ഒന്ന് ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കേണ്ടത്. സൈഡിലൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ളതിന് മേലെ കൂടിയും നമുക്കിങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കണം. ജസ്റ്റ് ഒരു 15 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വെക്കേണ്ടതുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെക്കേണ്ടത്. പിന്നെ നമ്മുടെ ഈ ബ്രെഡിൻ്റെ ഈ സൈഡ് ഭാഗം ഒന്നും കളയേണ്ടതില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് എടുത്ത് വെക്കാം. നമുക്കിനി കട്ലേറ്റോ ചിക്കൻ റോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ക്രംസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ചട്ടി എടുക്കണം, ഒരു പാന് മാതിരി. എന്നിട്ട് അതിൽ നമുക്ക് സൺ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ ബ്രെഡ് പോളയുടെ ചട്ടിയുടെ മേലെ നമുക്ക് ഈ പാൻ വെച്ചിട്ട് ഒന്ന് അപ്പുറം മറിച്ചെടുക്കാം. അപ്പോൾ ഇത്ര പണിയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ അടിഭാഗം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ വെക്കാം. ഇതിന് അടിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ സിമ്പിൾ ബീഫ് ബ്രെഡ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 5 മിനിറ്റ് മതി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ. വായിൽ വെച്ചാൽ വെള്ളം മൂറും, അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും പോയി ട്രൈ ചെയ്ത് നോക്കിക്കോളി. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഇഫ്താറിനൊക്കെ പറ്റിയ അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും പോയി ട്രൈ ചെയ്യ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ആക്കുക, കമൻ്റ് ആക്കുക, എല്ലാവരും സപ്പോർട്ട് ആക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.